ടൈം 5:28 5:30 ആയിട്ടുണ്ട്. ഗൈസ്, ഈ ഒരു വഴി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? രണ്ട് സൈഡിലും പച്ചപ്പ്. ഗൈസ്, ഇത് ചത്തമ്മ ഗൈസ്. ഞാൻ വിചാരിച്ചു ഇത് ജീവനുള്ളതാണ്. കണ്ടോ, ചത്തിട്ടുണ്ട്. ഹലോ, നമസ്കാരം. പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രക്കിംഗ് ആണ്. അതായത് എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പ് തന്നെ വലിയൊരു കാടുണ്ട്. ആ കാട്ടിലൂടെ ഒരു ഓർമ്മ പുതുക്കൽ. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഓടിക്കളിച്ചതും, അതായത് ഒളിച്ച് കളി, പിന്നെ തൊട്ട് കളി, ഇതൊക്കെ കളിച്ചിരുന്നത് ഈ കാട്ടിലൂടെയൊക്കെയാണ്. എല്ലാ ഫ്രണ്ട്സും ഒത്തിട്ട് അങ്ങനെ പണ്ട് കാലം കളിച്ചിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ കളിക്കലില്ല. ഇപ്പോഴത്തെ പിള്ളേർ ഫുള്ള് ഫോണിലല്ലേ. അപ്പോൾ കാട്ടിലൂടെയുള്ള ഈ ഒരു ട്രക്കിങ്, അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ കാടിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അതായത് ഈ താഴ്വാരത്താണ് ഇപ്പോൾ ഞാനുള്ളത്. കണ്ടോ, ഇവിടെ വീടും കാര്യങ്ങളൊക്കെ കാണില്ലേ. ഇവിടുന്ന് മുതലാണ് കാട് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ട്രക്കിങ് ആരംഭിക്കുകയാണ്. അങ്ങനെ നടത്തം തുടങ്ങിയതും കുറുക്കന്മാരെ ശബ്ദമൊക്കെ കേൾക്കില്ലേ? കണ്ടോ, വന്യജീവികളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെ കാട്ടിൽ. ധാരാളം കുറുക്കന്മാരുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാവുന്നതാണ്. മാങ്ങ പറിക്കാനും അതുപോലെ തന്നെ പൈനാപ്പിളും പിന്നെ പറങ്കിമുച്ചുണ്ടല്ലോ, അതായത് കശുവണ്ടി കിട്ടുന്ന ആ ഒരു പഴം ഉണ്ടല്ലോ, അതും പിന്നെ ഇളനീര് കട്ട് തിന്നാനും വേണ്ടിയിട്ട് ഡെയിലി ഞങ്ങൾ കയറിക്കൊണ്ടിരുന്നു. അതായത് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും കേട്ടോ. പണ്ട് കാലങ്ങളിൽ പറഞ്ഞാൽ അതൊരു വൈബായിരുന്നു. ഡെയിലി കയറുമെന്ന് പറഞ്ഞാൽ ഡെയിലി കയറും. എന്നിട്ട് തെങ്ങുമ്മ കയറാൻ ആരും തയ്യാറാവില്ല. അതായത് തെങ്ങുമ്മ കയറി ഇളനീരിട്ട് കഴിഞ്ഞാൽ നല്ല സാധനം, അതായത് നല്ല ഇളനീര് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റേ കിട്ടുള്ളൂ. ലാസ്റ്റ് ഇവരെല്ലാവരും പെറുക്കി കഴിഞ്ഞിട്ട് പിന്നെ ആകാത്ത ഇളനീര്, അതായത് ആകാത്തല്ല ചെറുതും വളഞ്ഞതൊക്കെ ആയിട്ടുള്ള ഇളനീരെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തെങ്ങുമ്പോൾ കയറാൻ ആരും കൂട്ടാക്കാറില്ല. പിന്നെ ഞാനത് വലിഞ്ഞ് കയറി കയറലുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ തെങ്ങുമ്പോൾ കയറാനും വേറൊരു സ്കില്ല് വേണമല്ലോ. അതൊക്കെ തന്നെ ഞാൻ ഈ കാടിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്. അതൊക്കെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. പിന്നെ പറയുകയാണെങ്കിൽ കാട്ടിൽ റബ്ബറായിരുന്നു ഒരു ഭാഗത്ത് മൊത്തം. പിന്നെ അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടാവില്ല, റബ്ബർ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വള്ളി പോലത്തെ ഒരു വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതായത് അത് കെട്ടി പന്താക്കാനും അങ്ങനെ ഒരുപാട്, അതായത് ജീവിതത്തിൻ്റെ ആ പണ്ട് കാലിൽ ജീവിച്ചൊരു ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം ഞങ്ങൾ കാട്ടിലായിരുന്നു സത്യം പറഞ്ഞാൽ.
അപ്പോൾ ഗൈസ് ഒരു വടി കെട്ടിയിട്ടുണ്ട്. അതായത് കാട്ടിൽ പാമ്പും ഇഴജന്തുക്കളും അതുപോലെ തന്നെ ധാരാളം ജീവികളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് നിമിഷവും ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ പോവാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു വടി കെട്ടിയത്. ഉറുമ്പ് കടിച്ചു നോക്കി ഗൈസ്, കണ്ടോ? അപ്പോൾ നമുക്ക് കാടിൻ്റെ ഏറ്റവും നടുഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇനി ഏറ്റവും ടോപ്പിലോട്ട് പോകണം. അവിടെയാണ് നമ്മളെ വ്യൂ പോയിൻ്റ് ഉള്ളത്. അവിടെയാണ് നമുക്ക് ടെൻ്റ് അടിക്കാനുള്ളതും. അപ്പോൾ നമുക്ക് പോയോക്കല്ലേ. നടത്തം തുറന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല കുത്തനായിട്ടുള്ള കയറ്റാണ്. വടിയെടുത്ത് എന്തായാലും നന്നായി. കുറേ കാലമായി കാട്ടിലോട്ടൊക്കെ കയറിയിട്ടേ. അപ്പം അതിൻ്റേതായിട്ട് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടോ ഈ ഒഴിഞ്ഞ സ്ഥലം കണ്ടോ, പച്ചപ്പ്. അത് അവിടെയാണ് റബ്ബർ ഉണ്ടായിരുന്നത്. റബ്ബർ മൊത്തത്തിൽ വെട്ടി ഒഴിവാക്കിയതാണ്. വെട്ടി ഒഴിവാക്കിയപ്പോൾ അവിടെ ഒരു തരം പുല്ല് വന്നിട്ട് ആകെ പടർന്ന് പന്തലിച്ച് കിടക്കണേ. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഒരു വളർന്ന വഴിയുണ്ട്, അതിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടോ, ഒരു സ്ട്രൈറ്റ് ലൈന് കണ്ടോ? അതൊരു കാടിൻ്റെ ഒരു ടോപ്പ് വശമാണ്. അതായത് 2 കാടിൻ്റെ നടുക്കാണ് ഞങ്ങളെ ഗ്രാമം. ചക്ക ഗൈസ്, ഈ ചക്ക കണ്ടോ? എന്തിനപ്പോൾ ഈ പ്ലാവും എന്തിനപ്പോൾ കായ്ച്ചത്? ഇത് നിലത്തുനിന്നാണ് പടർന്ന് വന്ന പോലെ. ഇതൊക്കെ ഇത് പ്ലാവിൻ്റെ അടിവശം, ഏറ്റവും അടിവശം ചക്ക ഇരിക്കുന്നതൊക്കെ. എങ്ങനെയുണ്ട് ഗൈസ്? ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ മതിൽ കണ്ടോ? ഇതിൻ്റെയാണ് ഏറ്റവും ടോപ്പ്. ഇതിൻ്റെ അപ്പുറത്ത് റോഡാണ്. ഞാൻ കാണിച്ചുതരാം. ഇത് കല്ലുകൊണ്ട് പണിത മതിലട്ടോ, വെറും കല്ല് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ കോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും ടോപ്പിലേ. അപ്പോൾ അവിടുത്തെ വേസ്റ്റ്, അതായത് പൊട്ടുകല്ല് അറിയും, ആ പൊട്ടുകല്ലേറ്റ് ഉണ്ടാക്കിയ മതിലാണ്. 2 സൈഡും ഉണ്ട് മതിൽ കണ്ടോ. ഇത് കാടിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് കേട്ടോ ആ കാണുന്നത്. പിന്നെ ഇതാണ് കാട്ടിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം. ടോപ്പ് കൂടെയാണ് റോഡ് പോണത് കണ്ടോ. ആകെ ടയേർഡായിട്ട് സത്യം പറഞ്ഞാൽ. സ്റ്റാമിന ഒക്കെ കുറഞ്ഞു തോന്നുന്നു ഗൈസ്. ഇവിടെ ഒരു കോറി ഉണ്ട്, ഞാൻ കോറി കാണിച്ചുതരാം. കണ്ടോ, പണ്ട് കാലങ്ങളിൽ കല്ലെടുത്തതാണ്, ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. എങ്ങനെയുണ്ട് ബ്യൂട്ടി? അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കാനുള്ളൊരു വ്യൂ പോയിൻ്റ് ഇല്ലേ, ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഏതായാലും കുറച്ച് നടന്നാൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ ആ ഒരു വ്യൂ പോയിൻ്റ് എങ്ങനെയുണ്ടെന്ന്? ഇതാണ് നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള ആ ഒരു വ്യൂ പോയിൻ്റ്. എങ്ങനെയുണ്ട്? സെറ്റല്ലേ?
അങ്ങനെ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടോ. ഇന്നിവിടെ താമസിച്ചാലോ? ഒരു ദിവസം വന്നിട്ട് ഇവിടേക്ക് എന്തായാലും താമസിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, ടെൻ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. കണ്ടോ ഏതാലേ, ഇതാണ് നമ്മളെ വ്യൂ പോയിൻ്റ്. സാധനം സെറ്റല്ലേ? അപ്പോൾ ഇനി നല്ല ടയേർഡായിട്ടോ കുറച്ച് ഭക്ഷണം കഴിക്കണ്ട. അതായത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പഴവർഗ്ഗങ്ങളുണ്ട്. പഴവർഗ്ഗം എന്ന് പറഞ്ഞാൽ ബനാന ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ കോവയ്ക്ക അറിയും. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ തന്നെ കഴിക്കട്ടെ കേട്ടോ. ക്യാമറ അവിടെ വെച്ചെന്നറിയോ? അതായത് ടെൻറ്റിൻ്റെ ഈ ഹുക്കാളുണ്ടാവുമല്ലോ, അതുമേയാണ് തൂക്കി വെച്ചത്. അതായത് ഈ കഴിക്കുമ്പോൾ നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ 2 കൈയ്യിട്ടും പഴം തൊലിക്കുകയാണെങ്കിൽ 2 കൈയ്യിട്ട് തൊലിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് ഗൈസ്. ഇതിനും പഴമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ നേന്ത്രപ്പഴം എന്ന് പറയണത്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു പഴമാണ് നേന്ത്രപ്പഴം. ദിവസം 1 വീതം ദിവസം ഒരെണ്ണം കഴിച്ചാൽ തന്നെ നല്ല ബെനിഫിറ്റാണ്. ശരീരത്തിന് നല്ല, ബോഡിക്ക് നല്ല പവർ കിട്ടും. ഈ സ്പോർട്സ്, അതായത് സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പഴം ഡെയിലി കഴിക്കും. എല്ലാ സാധനവും വലിച്ചു വാരിട്ട കേട്ടോ. ഇനി ഇതൊക്കെ ടെൻ്റ് അടിച്ചിട്ട് പാക്ക് ചെയ്യണം. നോക്കിയിട്ട് തല പെടൽ വിളിക്കും. മീശ മാധവല്ലേ പെടലേ വിളിച്ചിട്ട് അതേമാതിരി വീട്ടിലേക്ക് കൊണ്ടുവരും. ഇനി ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് ഒരു ദിവസം താമസിക്കാം. അപ്പോഴാണ് അതിൻ്റെ വൈബ് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ഇറങ്ങല്ലേ.